നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സിലൊരാളായ വെസ്ലി സോയും നമ്മുടെ പ്രജ്ഞാനന്ദയും തമ്മിൽ സൂപ്പർ ബെറ്റ് ചെസ് ടൂർണമെന്റിൽ നടന്ന വളരെ മികച്ചൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ വെസ്ലി സോ വൈറ്റ് സൈഡും പ്രജ്ഞാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് ഇവിടെ C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. ബെനോനി ഡിഫൻസ് ആണ്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ബ്ലാക്കിന് E6 E5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ആ പോണിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ക്വീൻ വെച്ച് ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണിനെ നേടിയെടുക്കാനോ അവസരമുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടുന്നില്ല, പകരം D5 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഗാംബിറ്റൂടെ ചെയ്യാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ വെറുതെ കൊടുക്കുന്നു. ഈ ഗാംബിറ്റ് ബെങ്കോ ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗാംബിറ്റിനെതിരെ കളിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച മാലിനിൻ്റെ 2 ഗെയിമുകൾ നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. ആ ഗെയിമുകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഇതുകൂടെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ബെങ്കോ ഗാംബിറ്റ് പൂർണ്ണമായും അക്സെപ്റ്റഡ് വേരിയേഷൻ ആകുന്നത്. നേരത്തെ സൂചിപ്പിച്ച 2 ഗെയിമുകളിലും വൈറ്റ് ഇതുകൂടെ അക്സെപ്റ്റ് ചെയ്യുകയും ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടിക്കൊണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഇപ്പോൾ വൈറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന് ക്വീൻ സൈഡിൽ വളരെ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് വേഗം ക്വീനിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനിനെ A5ലേക്ക് കൊണ്ടുവന്ന് ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചെക്ക് ഒഴിവാക്കാൻ വൈറ്റിന് ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് D6 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. ബിഷപ്പിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ചോ ബിഷപ്പ് വെച്ചോ എങ്ങനെ തന്നെ ഈ പോണിനോട്ട് എടുത്താലും വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാം. അതോടെ ബ്ലാക്കിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടമാകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു അറ്റാക്കിലേക്ക് പോകുന്നില്ല, പകരം ക്വീനിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല, കാരണം വൈറ്റിനിപ്പോൾ ഈ B5ലെ ബിഷപ്പിന് ഈ നൈറ്റിൻ്റെ സപ്പോർട്ടാണുള്ളത്. ബ്ലാക്ക് ഇവിടെ നൈറ്റ് വെച്ച് നൈറ്റിനെ ഇട്ടുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബിഷപ്പിന് സപ്പോർട്ടില്ലാതാകും. അല്ലാതെ വൈറ്റ് ഇവിടെ നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടാണെങ്കിലും ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടാം. അപ്പോഴും വൈറ്റിൻ്റെ ഈ ബിഷപ്പിന് സപ്പോർട്ടില്ലാതാകും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. A4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്കും E6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനോട് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഒഴിവായതോടെ വൈറ്റിന്റെ E4ലെ പോണിട്ടുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D7ലെ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഗെയിം അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ബ്ലാക്ക് ക്വീനെ കൂടെ കൊണ്ടുവരികയാണ്. ക്വീനെ B7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D7ലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. ഇതൊരു ഡിഫെൻസ് മാത്രമല്ല, ഒരു അറ്റാക്കിംഗ് മൂവ് കൂടെയാണ്. ഇപ്പോൾ ക്വീൻ B7ലേക്ക് വന്നതോടെ വൈറ്റിന്റെ G2 സ്കോറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് ഇപ്പോൾ F3 പോലുള്ള സിമ്പിൾ മൂവുകളൊന്നും ചെയ്യുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ക്വീനെ H5ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഈ F7 സ്കോറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ G6 മൂവ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ ഇപ്പോൾ G6 മൂവ് ചെയ്താൽ ഈ ഡയഗണൽ വീക്കാ, പിന്നീട് ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊരു ഡിസ്കവർ അറ്റാക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ടാകും ഇപ്പോൾ G6 മൂവ് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ G6ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ തന്നെ പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നില്ല. ആദ്യം ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ആ പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിങ് F1ലേക്ക് മാറിയ ശേഷം പോൺ വെച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ക്വീനെ H3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ക്വീനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ 18ാമത്തെ മൂവാണ്. 18 മൂവുകൾക്ക് ശേഷം പ്രജ്ഞാനന്ദ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു.
വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ആ സമയത്ത് ഒരു 4 കൂടെ കൊടുക്കാനായിട്ട് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം ക്വീനിനെ C7ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുമ്പോൾ പോൺ വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ ക്വീന് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഡെവലപ്പ് ആകാനുള്ള അടുത്ത പീസിന് ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം ക്വീനിനെ D5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ വൈറ്റിന് കാസ്റ്റിംഗുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ വൈറ്റിന്റെ ഒരു റൂക്ക് ഇപ്പോഴും ഗെയിമിലേക്ക് വന്നിട്ടില്ല. വൈറ്റ് ആ റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിനും ഒരു ബിഷപ്പും റൂക്കും ഗെയിമിലേക്ക് വരാനുണ്ട്. ഈ G7 സ്ക്വയറിലേക്ക് വൈറ്റിനിപ്പോൾ ബിഷപ്പ് വെച്ചും ക്വീന് വെച്ചും അറ്റാക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ഈ ബിഷപ്പിനെ ഇവിടെ നിന്നും മാറ്റാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ പ്രഗ്നാനന്ദയുടെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവ് വരെയാണ്. ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് G7ലെ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം എന്തിനാകും ബ്ലാക്കിന് ഇവിടെ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോൾ G7ലെ പോണിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഇവിടെ രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ വളരെ സിമ്പിളായിട്ട് ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് ബിഷപ്പിന്റെ തിരിച്ചറ്റാക്ക് കൊടുക്കാനും ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി G5 ഓപ്പൺ ചെയ്തുകൊണ്ട് ക്വീനും റൂക്ക് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കാം. അല്ലെങ്കിൽ റൂക്ക് വെച്ച് A4ലെ പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാം. അല്ലാതെ ബിഷപ്പ് വെച്ച് റൂക്കിനെ എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് കൊടുക്കാനും അടുത്ത റൂക്കിനെ കൂടെ നേടിയെടുക്കാനും അവസരം കിട്ടും. അല്ലാതെ റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുകയാണെങ്കിൽ ക്വീൻ D1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. ഇങ്ങനെ ഒന്നിലധികം ഉദ്ദേശങ്ങളോടുകൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ H3ലേക്ക് കൊണ്ടുവരുന്നു, ബ്ലാക്ക് റൂക്കിനെ F8ലേക്ക് കൊണ്ടുവരുന്നു. റൂക്ക് F8ലേക്ക് വന്നതോടെ ആ റൂക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ബിഷപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ക്വീനെ കൂടെ ഇവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം ബ്ലാക്കിന് ക്വീനെ കൂടെ ഈ F5ലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. അതുകൊണ്ട് വൈറ്റ് വേഗം തന്നെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം G7ലേക്കുള്ള അറ്റാക്കും സ്ട്രോങ് ആക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവന്ന് G7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്കിനെ C പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ഇവിടെ ഡബിൾഡ് പോൺ എന്ന വീക്ക്നെസ് ഇല്ലാതാകുകയും സെന്ററിലെ പോൺ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ക്വീനെ അറ്റാക്കിൽ നിന്നും E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് F2 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്കിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ കിട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. H5 ചെയ്തുകൊണ്ട് G6ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ F6ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ ഇവിടെ ഒരു മേറ്റിംഗ് ത്രെഡ് വന്നിട്ടുണ്ട്. വൈറ്റ് G3 ചെയ്തുകൊണ്ട് ആ അറ്റാക്കിൽ നിന്ന് ഒഴിവാകുന്നു. ബ്ലാക്ക് പാസ്ഡ് പോൺ വെച്ച് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D2ലേക്ക് കൊണ്ടുവന്ന് പാസ്ഡ് പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ G4ലേക്ക് കൊണ്ടുവന്ന് A4ലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. വൈറ്റ് A5 ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കിയതോടെ ബ്ലാക്ക് അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. അടുത്തതായിട്ട് റൂക്കിനെ E4ൽ കൊണ്ടുവരുന്നു. ഇവിടെ പെട്ടെന്നൊരു ചെക്ക്മെന്റിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്ക് വെച്ച് H7ലെ പോണിനെ എടുത്തുകൊണ്ട് G7ലെ പോണിനെ പിൻ ചെയ്യുന്നു. ഇനി ക്വീനെ കൂടെ H6ലേക്ക് കൊണ്ടുവന്ന് ക്വീനും റൂക്ക് വെച്ച് ഇങ്ങനെ ഒരു അറ്റാക്കായിരിക്കും വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് വേഗം ആ പോണിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ H4ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ E2ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C3ലേക്ക് മൂവ് ചെയ്ത ശേഷം പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ഒരു ചെക്കോടുകൂടി ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് വേഗം ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് പാസ്ഡ് പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. കാരണം ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്താലും വൈറ്റിന് റൂക്ക് വെച്ച് വെട്ടി മാറ്റാം. ആ സമയത്ത് പോൺ വെച്ച് റൂക്കിനെ വെട്ടി ക്വീനായിട്ട് പ്രൊമോട്ട് ചെയ്താലും ക്വീനെ വെച്ച് തന്നെ ആ ക്വീനെ വെട്ടി മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്കിന് ശ്രമിക്കുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്.
റൂക്കിനെ F8 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നല്ല ഡിഫൻസ് ഒന്നുമില്ല. ഇപ്പോൾ F3 മൂവ് ചെയ്താലും ബ്ലാക്കിനെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ വിട്ടെടുക്കാൻ കഴിയും. അല്ലാതെ F4 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് പോയി ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഈ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് റൂക്കിനെ തിരിച്ചുകൊണ്ടുവരികയാണ്. റൂക്കിനെ H2 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് ഈ E1 അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. ക്വീനെ കൂടെ E4 കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുകയും വൈറ്റ് റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടുമ്പോൾ ചെക്കോടുകൂടി പോണിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ D2 സ്ക്വയറിലേക്ക് വൈറ്റിന് 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ റൂക്ക് വെച്ച് ആ പോണിനെ വിട്ടെടുക്കാൻ കഴിയില്ല. അങ്ങനെ വിട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ ഫസ്റ്റ് റാങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ കൺട്രോളും നഷ്ടപ്പെടുകയും റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ പോണിനെ വിട്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ ഫോർക്കും ചെക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ F1 കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്ക് റൂക്കിനെ E1 കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് റൂക്ക് വെച്ച് റൂക്കിനെ വിട്ടേണ്ട ആവശ്യമില്ല. പകരം ക്വീന് വെച്ച് ഈ D2 പോണിനെ വിട്ടെടുത്താൽ മതി. ഇനി എന്തായാലും ഇവിടെ പെട്ടെന്നൊരു ചെക്ക്മേറ്റുള്ള സാധ്യതയില്ല. വൈറ്റിന് ഒരു എക്സ്ട്രാ പാസ്ഡ് പോണുള്ളതുകൊണ്ട് ഗെയിമിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം അടുത്ത റൂക്കിനെ F3 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ ക്വീനിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഏകദേശം എല്ലാ സ്ക്വയറുകളിലും ബ്ലാക്കിന് കൺട്രോളുണ്ട്. ഇവിടെ ഇപ്പോൾ സേഫായിട്ട് C5 മാത്രമേ മാറാൻ കഴിയുള്ളൂ. വൈറ്റ് ക്വീനെ C5 മൂവ് ചെയ്തുകൊണ്ട് F2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ബ്ലാക്കിനിവിടെ പല രീതിയിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഏറ്റവും വേഗത്തിൽ വിജയിക്കാനാണ് ബ്ലാക്ക് ഇവിടെ ശ്രമിക്കുന്നത്. അതിനായിട്ട് റൂക്കിനെ E1 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടാണെങ്കിൽ അടുത്ത 2 മൂവിൽ ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ 3 മൂവിലേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഏറ്റവും വേഗത്തിൽ വിജയിക്കാൻ കഴിയുന്നത് ഒരു സാക്രിഫൈസിലൂടെയാണ്. റൂക്ക് വെച്ച് G3 പോണിനെ ഇട്ടുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ ചെക്കാണ്. വൈറ്റിനിപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ ചെക്കിൽ നിന്ന് മൂവ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണം. 2 തന്നെ ആയാലും അടുത്ത മൂവിൽ പോണ് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ കിങ്ങിനെ F1 മൂവ് ചെയ്യുന്നതെങ്കിൽ പോണ് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും അതേ മൂവ് തന്നെയാണ്. പോണ് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ പൊസിഷനിൽ റൂക്ക് E1 വരുമ്പോൾ വൈറ്റിന് റൂക്ക് വെച്ച് റൂക്കിനോട്ടൊന്നും നിർബന്ധമില്ല. വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്താലും ബ്ലാക്കിനിവിടെ റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് കൊടുത്ത ശേഷം പോണിനെ പ്രൊമോട്ട് ചെയ്യാനും വളരെ വേഗത്തിൽ വിജയിക്കാനും കഴിയും. ഏത് വേരിയേഷൻ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് E1 വന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്.